ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിലുള്ള ഏകീകരണമാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം. കൊലോസ്യർ 1:14-21 വരെയുള്ള ഭാഗത്തെ ക്രിസ്തുശാസ്ത്രം അഥവാ ക്രിസ്റ്റോളജിയുടെ രണ്ടാം ഭാഗം. 2. സൃഷ്ടിയുടെ നാഥനായ ക്രിസ്തു, വാക്യം 15-17 വരെ. കൊലോസ്യ ലേഖനത്തിൻ്റെ ജീവഗ്രന്ഥം അഥവാ ന്യൂക്ലിയസ് ആണ് ഈ ഭാഗം. ക്രിസ്തുവിനെ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി ഇത്ര മനോഹരമായി വിശദമാക്കുന്ന മറ്റൊരു ഭാഗം പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിലെ ജ്ഞാനപുസ്തകങ്ങളിലെ ഇയ്യോബ് 28, സദൃശ്യവാക്യങ്ങൾ 8, സീറ 24, മഹാജ്ഞാനം 7 എന്നിവയുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. ജ്ഞാനം, വചനം, ആത്മാവ് എന്നിവ പഴയ നിയമത്തിൽ പലയിടത്തും പര്യായമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 ആശയങ്ങളുമായി ക്രിസ്തുവിനെ ഈ ഭാഗത്ത് താരതമ്യപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൽ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മറ്റു ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-4 വരെയും എബ്രായ ലേഖനത്തിൻ്റെ 1-2 വരെയുമാണ്. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശവും പദ്ധതിയും നടപ്പാക്കുവാനായിട്ടാണ് ക്രിസ്തുവിനെ ഇവിടെ നാം ദർശിക്കുന്നത്. 2-ന്റെ 1-ാമത്തെ ഭാഗം അദൃശ്യനായ ക്രിസ്തുവിൻ്റെ പ്രതിമയായ ക്രിസ്തു. പ്രതിമ എന്നത് മൂലരൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പ്രതിനിധീകരിക്കുന്നതും കൂടിയാണ്. തത്ഫലമായി പ്രതിമ അതിൻ്റെ മൂലരൂപത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സാദൃശ്യമായ സ്വഭാവം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല, മൂലരൂപത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വെളിപ്പെടുത്തുന്ന മുഖാന്തരം കൂടിയാണ്. ക്രിസ്തുവിന് മനുഷ്യാവതാരത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ് മഹത്വാനായിരിക്കുന്ന ക്രിസ്തു തൻ്റെ സ്വഭാവത്തിലും ഉണ്മയിലും ദൈവവചനമായി, ദൈവത്തിൻ്റെ പ്രതിമയായി, മനുഷ്യാവതാരത്തിന് മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും ആകുന്നുവെന്ന് വ്യക്തമാക്കുന്നു. യോഹന്നാൻ 17:21. യഥാർത്ഥ പ്രതിമയുടെ നിർവചനം. പിതാവാം ദൈവത്തിൻ്റെ പ്രതിമയെന്നത് എബ്രായർ 1:3, 2 കൊരിന്ത്യർ 4:4, 2 കൊരിന്ത്യർ 11:7 ഇതേ ആശയം പ്രകടമാണ്. ദൈവം തൻ്റെ ഉണ്മയിൽ മനുഷ്യദൃഷ്ടികൾക്ക് അഗോചരനായിരുന്നു. ഇപ്രകാരം അദൃശ്യനായ ദൈവം തൻ്റെ പ്രതിമയായ ക്രിസ്തുവിൽ കൂടി ദൃശ്യനായി. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായതിനാൽ നാമും അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ സാധർമ്മ്യം ഈ ഒരേ പ്രതിമ ഉൾക്കൊള്ളുന്ന മനുഷ്യ സ്വരൂപത്തിലാണ്. ക്രിസ്തു അദൃശ്യനാകുന്ന ദൈവത്തെ താനാകുന്ന പ്രതിമയിൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തിയതുപോലെ സൃഷ്ടിക്ക് മുഴുവനും ദൈവത്തെ നമ്മിൽ കൂടി വെളിപ്പെടുത്തുവാനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഇപ്രകാരം നമ്മുടെ മഹത്വം വളരെയാണ്. എന്നാൽ ഈ പ്രതിമ എന്ന അവസ്ഥയിൽ നമ്മുടെ സംസാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും നമ്മുടെ ഇഹലോക ജീവിതത്തിലും അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാകുന്നുവോ എന്ന് നാം സ്വയം പരിശോധിക്കുവാനായി ഈ വേദഭാഗം ഉപകരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.